സകലനീതിയിൽ പൂർത്തിയാക്കുവാൻ യോഹന്നാനിൽ നിന്നും മാമോദീസ സ്വീകരിച്ച മിശിഹായെ എന്റെ കൽപ്പനകൾ വിശുദ്ധപൂർവ്വം പാലിച്ചുകൊണ്ട് ദൈവവിധത്തിന് പൂർണ്ണമായി കീഴ്വഴങ്ങുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. യോർദാനദിയിൽ വെളിപ്പെടുത്തപ്പെട്ട പരിശുദ്ധ സ്ത്രീത്വത്തിന്റെ കൂട്ടായ്മയെ മാതൃകയാക്കി യഥാർത്ഥമായ ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ സഭാമക്കളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ലോകത്തിന്റെ പ്രകാശമായ ഇതിലൂടെ ജീവിച്ച വിശ്വാസത്തിൽ വളരുവാൻ സൽപ്രവൃത്തികളാൽ നിന്നെ മഹത്വപ്പെടുത്തുവാനും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഈശോയുടെ സമൂഹത്തിന്റെ തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവുമായ ഫ്രാൻസിസ് പാപ്പായെ, ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ റാഫേൽ മെത്രാപ്പോലീത്തായെ, ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാത്യു മെത്രാപ്പോലീത്തായെ, മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവായ മിശിഹായ നിന്റെ കൃപയാൽ ഞങ്ങളെ എല്ലാവരെയും രക്ഷിക്കുകയും നിന്റെ ശാന്തിയും സമാധാനവും ഞങ്ങളിൽ വർദ്ധിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. നിനക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവിന് പരതാരങ്ങളാൽ നിറഞ്ഞ് മാമോദീസയുടെ ഫലം ധാരാളമായി പ്രവർത്തിക്കുവാനും നിനക്ക് സജീവ സാക്ഷി വഹിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിന്റെ നാഥായ നീക്കും. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു. കർത്താവിൻ തിരുമേനി നബുമിതാ പാവനബലിപീഠേ സ്നേഹഭയങ്ങളുടണയുകനാ അഖിലരുമൊന്നായി സന്നിധിയിൽ വാനവനിരയോട് ചേർന്നേവം പാടാം ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ നിത്യം പരിശുദ്ധൻ. നീക്കണമേ പാപകരങ്ങൾ മായ്ക്കണമേ. സത്തുലയെല്ലാം നീക്കിനിതാന്തം ഹൃദയം ദീപ്തമാക്കാം. അപരാധങ്ങൾ നീക്കണമേ പാപകരങ്ങൾ മായ്ക്കണമേ. ഏകമനസ്സായി ദിവ്യരഹസ്യം അപരാധങ്ങൾ നീക്കണമേ പാപകരങ്ങൾ മായ്ക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്നുചേർന്ന് അങ്ങയെ വിളിച്ച പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാതെയാകരുതേ. ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യം ശക്തി എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ.
ദുഷ്ടാചരിതയുടെ സൈനികർ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്ന സ്വർഗത്തിലെ ഭൂമിയിലും രാജ്യവശക്തിയും പ്രാവധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് വിശുദ്ധനാകുന്നു, ഏകപുത്രൻ വിശുദ്ധനാകുന്നു, ഏകലോകം വിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും വിശുദ്ധാത്മാവിനും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. സഭയോടേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേൽ ഉണ്ടായിരിക്കട്ടെ. നിത്യജീവന്റെ യേശുവേ, ദിവ്യകാരുണ്യമേ യേശുവേ, നിത്യജീവന്റെ യേശുവേ, നിന്നെ ഉൾക്കൊള്ളാം, നിന്റേതായി തീരാം എന്നുള്ളം കൊതിച്ചിടുന്നു. നിന്നെ ഉൾക്കൊള്ളാം, നിന്റേതായി തീരാം എന്നുള്ളം കൊതിച്ചിടുന്നു. എന്നുള്ളം ദാഹിക്കുന്നു. എന്നുള്ളിൽ വാഴാം വായന്റെ ഹൃദയമക്കൾ താരയിൽ. എന്നുള്ളിൽ വാഴാം വായന്റെ ഹൃദയമക്കൾ താരയിൽ. കുർബാനയുൾക്കൊള്ളാൻ വരുന്നു. നിരനിരയായി ഞങ്ങൾ കുർബാനയുൾക്കൊള്ളാൻ വരുന്നു. ആ പുണ്യ നിമിഷം നിന്റെ സ്നേഹം പങ്കുവെച്ചനുഭവിക്കാം. ആ പുണ്യ നിമിഷം നിന്റെ സ്നേഹം പങ്കുവെച്ചനുഭവിക്കാം. എന്നുള്ളിൽ വാഴാം വായന്റെ ഹൃദയമക്കൾ താരയിൽ. എന്നുള്ളിൽ വാഴാം വായന്റെ ഹൃദയമക്കൾ താരയിൽ. കുർബാനയെ തുടർന്ന് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയാണ് ഈ ബിന്ദു സഹോദരിയെ നമ്മൾ ജൂബിലി സമ്മേളനത്തിനായി പരീക്ഷയിലേക്ക് കൊണ്ടുപോകുക. കുർബാന കഴിയുമ്പോൾ എല്ലാവരും മണ്ഡലത്തിലും ആ മുറ്റത്തുമൊക്കെ അടങ്ങിയിട്ട് ഇവിടെ ഒന്നിച്ച് പോകണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. കുർബാന കഴിയുമ്പോൾ പോയി താറ്റിനെടുക്കുന്ന ഒരു പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു വരുമ്പോഴേ നമ്മൾ എല്ലാം റെഡിയായിരിക്കണം. നമ്മൾ അങ്ങോട്ടുള്ള യാത്ര ആരംഭിക്കും. നമുക്ക് ആശീർവാദത്തിനായിട്ട് പരിശുദ്ധാത്മാവിന്റെ കൃപാവൃത്താൽ സുദൃഢവും പരിശുദ്ധവും ജീവിതായവും ദൈവമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളും യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ.
കർത്താവായ ദൈവമേ, സ്വർഗ്ഗവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങൾ കടങ്ങളുടെ മോചനത്തിനായി അങ്ങ് കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകി. ഈ ദാനത്തെക്കുറിച്ച് അങ്ങയുടെ മഹനീയതൃത്വത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരായി നയിക്കും. മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മിശിഹായെ, സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആദ്യമായ ദാനം വാഴ്ത്തപ്പെട്ടതാവട്ടെ. സകലത്തിന്റെയും നാഥ എന്നേക്കും. തന്റെ ശരീരത്താൽ നമ്മുടെ കടങ്ങൾ പുറക്കുകയും രക്തത്താൽ നമ്മുടെ പാപങ്ങൾ മായ്ച്ചു ചെയ്ത നമ്മുടെ കർത്താവ് സഭയിൽ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ദൈവത്തിന്റെ അനുഗ്രഹീത ജനമേ, കർത്താവിന്റെ മേധ്യസ്ഥത ചെയ്യണമേ. നിങ്ങളുടെ മേൽ അവിടുന്ന് കൃപാവരം ചൊരിയട്ടെ. അവിടുന്ന് തന്റെ കാരുണ്യമനുഗ്രഹത്തിൽ വർഷിക്കട്ടെ. അവിടുത്തെ പരിപാലന വലങ്കൈ നിങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ. അങ്ങയുടെ രാജ്യം വേണമേ. അങ്ങയുടെ തിരുവനന്തപുരത്തിലെ പോലെ ഗുണമാണമേ. നന്മറിഞ്ഞാലുമേ അമസ്തി കർത്താവ് അമ്മയിലൂടെ സുളമാൻ്റെ കൂടാകുന്നു. അമ്മയുടെ പ്രതീക്ഷൻ്റെ കൂടാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. മരിച്ച വിശ്വാസികൾക്ക് തമ്പുരാനമ്മനോട് തരം മത്സര അനുഗ്രഹം ഉണ്ടായിരിക്കട്ടെ. അതിനുവേണ്ടി ഞങ്ങൾ ഇരിക്കുന്ന പോലെ ഞങ്ങളുടെ ഞങ്ങളെ പരിശുദ്ധാത്മാവിനെ
ഞങ്ങളുടെ ആഹാരം ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ പിതാവിനും പരിശുദ്ധാത്മാവിനും മനുഷ്യരുടെ ആത്മാക്കൾക്ക് തമ്പുരാന്റെ ഋണത്താലെ മോഷ്ടിച്ചേരാൻ അനുഗ്രഹം ഉണ്ടായിരിക്കുന്നു. അറിഞ്ഞറിയും വാക്കാലും പ്രവൃത്തികളും വ്യാഴ്ത്താലും പക്ഷേലും ചെയ്തിട്ടുള്ള എല്ലാ തെറ്റുകളും കുറ്റങ്ങളും ചാനം ക്ഷമിച്ച് എൻ്റെ ആത്മാവിനായി നമ്മുടെ കുടുംബത്തിന് വേണ്ടി ചാനിച്ചിട്ടുള്ള പ്രാർത്ഥന എപ്പോഴും ഞങ്ങൾ നമ്മുടെ കുടുംബത്തിനുണ്ടായിരിക്കും.
അതോടൊപ്പം
വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇതിനെക്കുറിച്ച് അങ്ങനെ പറയാനുള്ള വാക്കുകൾ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പ്രാർത്ഥനാ കേന്ദ്രം ഞങ്ങൾ എന്തെങ്കിലും വായിക്കുന്നുണ്ടെങ്കിൽ അത് ബിന്ദുവിൻ്റെ പ്രാർത്ഥനകളുടെ ഫലമാണെന്ന് വിശ്വസിക്കുന്നു. മറ്റെല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും തീർച്ചയായും ബിന്ദുവിൻ്റെ പ്രാർത്ഥന ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി എന്നും ദൈവത്തോട് ഞങ്ങളുടെ ഞങ്ങൾ നാൽപ്പാടോടി നടത്തുമ്പോൾ ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ സിസ്റ്റർ ബിന്ദുവിനെ ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ ഗവൺശേഖരായി ബന്ധപ്പെട്ടുകൊടുക്കുന്നതാണ് ഞങ്ങളുടെ പ്രയോഗത്തിലെ രക്ഷാധികാരി ജോസഫ് ഞങ്ങളോട് ക്ഷണിക്കുകയാണ്. നെല്ലൂർ പഞ്ചായത്തിലെ പ്രസിഡന്റും ഞങ്ങളുടെ രക്ഷാധികാരിയുടെ സമപ്രായക്കാരനും അയൽവാസിയും ഞങ്ങൾക്കെല്ലാം എല്ലാവർക്കും നമുക്കെല്ലാവർക്കും വേണ്ടപ്പെട്ട സാറിനെ ഈ വേദിയിൽ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഈ നടത്താൻ ഞങ്ങളെ സഹായിക്കുന്ന നെല്ലൂർ സെന്റ് ജോസഫ് പള്ളിയിലെ മദറിനെ ഈ വേദിയിൽ സ്വാഗതം ചെയ്യുകയാണ്. നെല്ലൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രിയപ്പെട്ട ഞങ്ങളുടെ ആലിസ് ചേച്ചി, ഞങ്ങളുടെ ബന്ധപ്പെട്ടതാണ് ആലിസ് ചേച്ചി, പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റാണ്. ബിന്ദുവിന് ആശംസ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആലിസ് ചേച്ചിയെ ക്ഷണിക്കുകയാണ്. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും നമുക്കെല്ലാം പ്രിയപ്പെട്ടതുമായ തോമസ് കൂട്ടൂരിനെ ആശംസയ്ക്ക് വേണ്ടി ക്ഷണിക്കുകയാണ്. സിസ്റ്റർ ബിന്ദു ഇപ്പോൾ അംഗമായിരിക്കുന്ന മഠത്തിന്റെ മദർ ഇവിടെയുണ്ട്. ഇവിടെയുള്ള മദറിനെ ആത്മാർത്ഥതയോടുകൂടി നിങ്ങളുടെ ഏവരുടെയും പേരിൽ ക്ഷണിക്കുകയാണ്. സന്യസ്ത ജീവിതത്തിലെ മറ്റ് പലരുടെയും സഹായങ്ങൾ നമ്മുടെ കൂടെ ഉണ്ടാകണമെങ്കിൽ മാത്രമേ അവരുടെ ശക്തി തേജസ് പകരാൻ പറ്റുള്ളൂ. ബിന്ദുവിൻ്റെ കൂടെ ഉൾപ്പെട്ട് ഒന്നിച്ച് പഠിച്ച് ഉൾപ്പെട്ട 2 സിസ്റ്റർമാരുണ്ട്. അവർ ഭൂരിപക്ഷത്തിലാണ്. സിസ്റ്റർ ഞങ്ങളുടെ തൊട്ടയിലുള്ള നമുക്കെല്ലാവർക്കും അറിയാം ശരി പാച്ചിപ്പാൻ്റെ മകള് സിസ്റ്റർ സിബിയെ, അതോടൊപ്പം നമ്മുടെ തൊട്ടടുത്ത ഇടവകയിലെ സിസ്റ്റർ റൂബിയെ ആത്മാർത്ഥമായ 2 പേരെ ഈ സ്റ്റേജിൽ ക്ഷണിക്കുകയാണ്. അവർ 3 പേരെ ഒന്നിച്ചാണ് ഉൾപ്പെടാൻ സ്വീകരിക്കാൻ പോവുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം നമുക്ക് അറിയാം ബഹുമാനപ്പെട്ട മകരങ്ങളുടെ പിയാനോയും എൻ്റെ അമ്മയുടെ സഹോദരമായ ജോയിച്ചനെ ക്ഷണിക്കുകയാണ്. ജോയിച്ച് അതോടൊപ്പം തന്നെ ഞങ്ങളുടെ അമ്മച്ചിയുടെ ഓർമ്മയുണ്ട്. നമ്മുടെ ഞങ്ങളുടെ കുടുംബത്തിന് ഒത്തിരി സഹായം ഞങ്ങളോടൊപ്പം ആത്മാർത്ഥമായി നിൽക്കുകയും ചെയ്യുന്ന എന്നാവശ്യമെന്നാണ് ഞങ്ങൾ വിളിച്ചിരിക്കുന്ന നമ്മുടെ ഇവിടുത്തെ ഇടവകയിലെ വൈദിക സന്യസ്തരുടെ കൂട്ടായ്മയെ പ്രതികരിച്ചാണ് സിജോച്ചൻ കൂടെയായിരിക്കുന്നത്. പാലായിൽ വന്ന ജോസഫച്ചനും കൂടെ പ്ലീസ് ചെയ്തിട്ടുണ്ട്. ജോസഫച്ചൻ ബിന്ദുവിനെ ഫോർമാറ്റ് അയച്ചാണ്. ജോസഫച്ചൻ പ്ലീസ്. ഓക്കെ, യോഗ്യത്തിനെ ക്ഷണിച്ചുകൊണ്ട് പ്രയോജനത്തിലാണ് എല്ലാവരും ചെയ്യാനായിട്ട് അവിടെ എല്ലാവരും വൈദ്യന്മാരോട് വലിയതിലേക്ക് നാം ബഹുമാനിക്കുന്നു, റെസ്പെക്ട് ചെയ്യുന്നു എന്നാണ് തിരിച്ചറിയത്. സാഹിത്യ ശ്രീ ജനകസിനാണ്. അതുപോലെ തന്നെ എൻ്റെ ജാസ്മനോട് എല്ലാവരും അപ്പം തങ്കച്ചതിനോട് കുർബാനയിൽ പങ്കെടുത്തുകൊണ്ടാണ് സാഹചര്യത്തിനെ ഇടവത്തുന്നതിനെ ക്ഷണിച്ചത്. നമുക്ക് ഒത്തിരി സമയം കളയാനില്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യം അവസാനിക്കുക. നിങ്ങളെ എല്ലാവരും ഇന്ന് ഈ പരിപാടി വിജയിപ്പിക്കാനായിട്ട് സഹകരിച്ച എല്ലാവരും, വീഡിയോക്കാർ, അതുപോലെ തന്നെ ബാൻഡ് തുടങ്ങിയ എല്ലാവരും, നമുക്കിന്ന് ആകാരം വേണ്ടിയിരിക്കുന്ന തോമസ് കുട്ടി പതിയിൽ എന്ന് വേണ്ട ഇതിനോട് സഹകരിച്ച എല്ലാവരും, ബാൻഡിന് നേതൃത്വം നൽകിയ അനുപമ എന്ന് വേണ്ട എല്ലാവരും, ഇവിടെ ആരൊക്കെയാണോ ഇവിടെ എല്ലാവരും ആത്മാർത്ഥമായി ക്ഷണിക്കുകയാണ്, സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം ഈ പള്ളിയുടെ കൈക്കാരന്മാർ, ഈ പള്ളിയുടെ കമ്പിയാരൻ ആരൊക്കെയാണ് ഒരുപാട് സഹകരിച്ച എല്ലാവരെയും ഭാഷയിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് സ്വാഗതം ആശംസിച്ചുകൊണ്ട് നമ്മുടെ വേദിച്ചിരിക്കുകയാണ്. സന്തോഷകരമായ ഒരു നിമിഷത്തിൻ്റെ സാക്ഷ്യമാകുമ്പോൾ ഏറെ സന്തോഷിക്കുന്ന
ആ സന്തോഷം നിങ്ങൾക്ക് മുമ്പിൽ പങ്കുവയ്ക്കുകയും അറിയിക്കുകയും മഹാജൂബിലി വർഷത്തിൽ 2000 ജൂൺ 18 സന്യാസ വ്രതം സ്വീകരിച്ച ബിന്ദുപുരി എന്ന സഹോദരി അവരോടുകൂടെ 27 വർഷങ്ങൾ സഞ്ചരിച്ചു. അതിൻ്റെ സന്തോഷമാണ് നമ്മൾ പങ്കുവയ്ക്കുന്നത്. ഒരച്ചൊരു പുസ്തകം കൊണ്ടുവന്നായിരുന്നു. സന്യാസത്തിൻ്റെ സൗന്ദര്യം എന്നാണ് എൻ്റെ പേര്. സന്യാസത്തിലായിരിക്കുന്ന മുതൽ പൂർണ്ണമാകുന്നതുവരെ വളർന്നു വരേണ്ട ഒരു സൗന്ദര്യത്തെക്കുറിച്ചാണ് അതിനകത്ത് പറയുന്നത്. ഇസ്ലാമികന്മാർ പറയുന്നത് പോലെ സന്യാസത്തിലേക്ക് സ്വീകരിച്ചു കഴിഞ്ഞാൽ ഞാൻ കുറഞ്ഞ് അവൻ വളരുന്ന ഈശോ വളരുന്ന ആ ഒരു സൗന്ദര്യം അനുഭവിക്കുന്നവരാണ് ജൂബിലി ആഘോഷിക്കുന്നവരും കൂടിയിരിക്കുന്ന മറ്റെല്ലാ സന്യാസ വലിയ സഹോദരങ്ങളും. ആ സന്തോഷം നിങ്ങൾ അവതരിപ്പിക്കുമ്പോൾ സന്യാസം പൊതുസമൂഹത്തിൽ നിന്നൊക്കെ തിരഞ്ഞെടുക്കുന്നത് ദൈവത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്ന കൈകളും കാലുകളും അധരങ്ങളുമാകാനുള്ള ഈ സഹോദരി സന്തുഷ്ടയാണ്, ആഹ്ലാദിക്കുകയാണ് എന്നെല്ലാം പറയാം. അതോടൊപ്പം തന്നെ ഇവിടെ ജൂബിലി ആഘോഷിക്കുമ്പോൾ വലിയ ഒരു സാഹോദര്യത്തിൻ്റെ അലയടികളിൽ കാണുന്നുണ്ട്. ഈ ദിവസങ്ങളെല്ലാം വേണ്ടി ഈ ജൂബിലിയെക്കുറിച്ച് പറയുമ്പോൾ ഞങ്ങളുടെ കുടുംബങ്ങൾ കഷ്ടപ്പാടുകളിലൂടെ കടന്നു പോകുമ്പോഴും ഇന്നത്തെ നിലയിലെത്താൻ ഞങ്ങൾക്കെല്ലാം കാരണം ഈ ബിന്ദുവിൻ്റെ സന്യാസത്തിലെ പ്രാർത്ഥനകളും ദൈവത്തോട് ചേർന്ന വളർച്ചയുമാണെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കുടുംബാംഗങ്ങൾ ഇവരോട് ചേർന്ന് നിൽക്കാൻ അല്ലെങ്കിൽ ബിന്ദുവിനെ വടശ്ശേരി കുടുംബത്തോട് ചേർത്ത് ഇന്ന് നിർത്താൻ ആഗ്രഹിക്കുന്ന വലിയൊരു ചിന്ത വരുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്. വൈദികരും സന്യസ്തരുമൊക്കെ സ്വന്തം ഭവനങ്ങളിൽ നിന്ന് കേട്ടുപോയാലും കുടുംബാംഗങ്ങൾ ഒരിക്കലും ഒറ്റപ്പെടുത്താതെ കൂടെ ചേർത്ത് പിടിച്ച് ദൈവാനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ്. ആ വലിയ സന്തോഷത്തെ പങ്കുവെച്ചുകൊണ്ട് ജൂബിലിയുടെ മംഗളങ്ങൾ ബിന്ദു സഹോദരിക്കും കൂടെയുള്ളവർക്കും ആശംസിച്ചുകൊണ്ട്